നമ്മൾ രാവിലെ തന്നെ തുടങ്ങിയിട്ടുണ്ടേ. അപ്പോൾ ഇത് നമ്മുടെ പ്ലാന്റ് ആണുള്ളത്. നമ്മുടെ ലോറിയൊക്കെ വന്നു തുടങ്ങി. നമ്മുടെ WMM ഒക്കെ കഴിഞ്ഞു കേട്ടോ. കുറച്ച് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവിടെയാണിപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ മൊത്തത്തിൽ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത്. നമ്മുടെ താരങ്ങിൻ്റെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ എല്ലാ ദിവസവും ഇപ്പോൾ 4:30ക്കാണ് നമ്മുടെ താരങ്ങിൻ്റെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ JCB ഒക്കെ അവിടെ സെറ്റായി നിൽക്കുന്നുണ്ട്. എന്താ 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 ഇവന്മാർക്കൊന്നും ഉറക്കമൊന്നുമില്ല എന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിയിലോട്ട് കയറിയിട്ടുണ്ടേ. ഇപ്പോൾ കുറച്ച് സമയമായി നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളല്ല, നമ്മൾ വിജയാട്ടൻ്റെ വണ്ടിയിലാണ്. വിജയാട്ടനായിരുന്നു വണ്ടിയിൽ. ഇപ്പോൾ നമ്മൾ കയറിയതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ മിക്സ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ നേരിയ മഴക്കാറുള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോൾ നമ്മുടെ JCBയും ഇതാ സൈഡായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ WMM സ്റ്റോക്ക് ഇതാ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അവിടെ അവസാന സാധനം നമ്മുടെ ആശാനിതാ തള്ളിക്കൂട്ടി കുഴച്ചു വെക്കുകയാണ് കേട്ടോ. ലോഡ് കയറ്റാനായിട്ട് ഇതാ സൈറ്റിൽ നിന്ന് വണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഒരു ലുക്കായിട്ടുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആശാനി ഇതാ അവിടെ കൂട്ടി വെച്ച സാധനം ഇനി ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ താർ പ്ലാന്റിൽ ഇപ്പോൾ വർക്കിംഗ് അല്ല. താറുമായിട്ട് പോയ വണ്ടികളൊന്നും തിരിച്ചു വന്നിട്ടില്ല. നമ്മുടെ ആശ ഇതാ മൊത്തത്തിൽ വടിച്ച് കൂട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അവസാന WM ആണിത്. GSB ഇഷ്ടം പോലെ ബാലൻസ് ഉണ്ട്. ഇനി നമുക്ക് ഉപ്പള ഭാഗത്തോട്ടൊക്കെ പോകേണ്ട സാധനമാണ്. അപ്പോൾ ഇതാ WM ഇവിടെ ഇതാ മിക്സാക്കി കോരിയിടുന്നുണ്ട്. മുന്നിൽ കാണുന്ന ഇതാ ഈ മല ഇത് മൊത്തം GSB ആണ്. ഇതൊക്കെ നമുക്ക് താറിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് കേട്ടോ. ആകെയുള്ള GSB എന്ന് പറയുന്ന സാധനം ആ കാണുന്നതാണ്. അപ്പോൾ ഇത്രത്തോളം ഏരിയ മൊത്തത്തിൽ നമ്മൾ ഇവിടുന്ന് കോരി വിട്ടിട്ടുണ്ട്. ഇതൊക്കെ WM ആയിരുന്നു, അതൊക്കെ തീർന്നു. ഇനി ആകെയുള്ളത് ഈ ചെറിയൊരു സാധനം മാത്രമാണ്. ഇനിയിപ്പോൾ ലോഡ് വരുമോ എന്നറിയില്ല. ഇനിയിപ്പോൾ നമ്മുടെ ഉപ്പള ഭാഗത്തോട്ട് സാധനം ഇവിടുന്ന് പോയി തുടങ്ങിയാൽ ആ കാണുന്ന മലയും ഇവിടുന്ന് അപ്രത്യക്ഷമാവും. ഏകദേശം ഒരു മാസം അതിനുള്ളിൽ അതൊക്കെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാ ഇവിടെ മൊത്തം നമ്മുടെ GSBയുടെ യാർഡിൽ മൊത്തം ഒരു ഗ്രൗണ്ട് പോലെയായി മാറിയിട്ടുണ്ട്. മൊത്തം സാധനങ്ങൾ ഒഴിവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആശാൻ നമ്മുടെ വർക്ക് ഇവിടെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേ നമ്മുടെ GSB കയറ്റാൻ വന്ന വണ്ടിയാണിത്. അപ്പോൾ നമുക്ക് നമ്മുടെ GSB മലയുടെ മുകളിലോട്ടൊന്ന് നടന്നു പോകാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന GSB. ഇതുപോലത്തെ ഒരു വലിയൊരു മലയായിരുന്നു നമ്മുടെ WMൻ്റേത്. അപ്പോൾ അത് മൊത്തം ഇതുപോലെ ആയിട്ടുണ്ട്. മൊത്തം നമ്മൾ കോരി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത്രയും കാണുന്ന സാധനങ്ങൾ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് കാലിയാവുക. നമ്മുടെ ഉപ്പള GSB അടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇത് കാലിയായി പോകും. അത്യാവശ്യം നല്ല വെയിലാണ് കേട്ടോ. പിന്നെ നമ്മുടെ ഈ കാസർഗോഡ് ഏരിയകളിൽ നല്ല കാറ്റ് വീശുന്നത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. മുന്നിൽ കാണുന്ന ഈ ബിൽഡിങ് നമ്മുടെ റൂമാണ്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ചി ഇവിടെ കിടപ്പുണ്ട്. നമ്മുടെ ഇറ്റാച്ചിയാണ് ഇനിയിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ മിക്സാക്കി ഇടുന്നത് GSB. നമ്മുടെ ആശാനത് ഇവിടെ ലോഡ് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ JCB അല്ല ടിപ്പർ വരണം. ടിപ്പർ വന്നു കഴിഞ്ഞാൽ ആശാൻ ഫുള്ളായിട്ട് ലോഡ് ചെയ്ത് വിടും. അപ്പോൾ ഈ മിക്സ് വെച്ച സാധനം നമ്മുടെ ഇറ്റാച്ചിയാണ് ഈ പണി എടുത്തുകൊണ്ടിരിക്കുന്നത്.
ഇത്രത്തോളം ഏരിയ നല്ല ഗ്രൗണ്ടായി നല്ല ലെവൽ സ്ഥലമായി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യത കുറവാണ്. അപ്പോൾ നമ്മുടെ ഇറ്റാച്ച് ഇതാ ഇവിടെ മിക്സിങ് തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ അടിയിലുള്ള നനവുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ മിക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വാട്ടർ ടാങ്കർ വരണം. അപ്പോൾ വെള്ളം വണ്ടി ദൂരെയായിട്ട് നനച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വർക്കൊക്കെ ഏതാണ്ട് കഴിയാറായി. അധിക നേരം എനിക്കിതിൻ്റെ മുകളിൽ നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അത്ര വലിയ വെയിലാണ്. കണ്ണ് തുറക്കാൻ പോലും പറ്റാത്തൊരു വെയിലാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ ടിപ്പർ വേറെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരിപ്പോൾ വരില്ല, കുറച്ച് കഴിയും. അതുവരെ ഞാൻ ഇവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ പൊരിഞ്ഞു പോവും. അതേമാതിരിയുള്ള വെയിലാണ്. അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസൊക്കെ നമ്മുടെ താറിങ്ങിന് വേണ്ടിയിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട മെറ്റീരിയൽസാണ്. നമ്മുടെ താറിങ്ങിൻ്റെ പ്ലാന്റിൽ അവിടെ മൊത്തം തട്ടിക്കഴിഞ്ഞു. അപ്പോൾ അവിടെ കൊള്ളാത്ത സാധനങ്ങൾ, അധികമായി വരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. നടന്നിങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇതാ നമ്മുടെ ആശാൻ അവിടെ നിന്ന് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല. നമുക്ക് ആകെ നിൽക്കാൻ പറ്റുന്നത് നമ്മുടെ ഓഫീസിൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇവിടെ അതാണ് നമ്മുടെ ഓഫീസ് കേട്ടോ. ഇത് നമ്മുടെ മാനേജർ. അപ്പോൾ ആകെ നമുക്ക് ഇരിക്കാൻ പറ്റിയൊരു സെറ്റപ്പ് ഇതാണ്. അപ്പോൾ നമ്മുടെ വണ്ടിക്കാരൊക്കെ ലോഡ് കയറ്റുമ്പോൾ റെസ്റ്റ് ചെയ്യുന്ന ഏരിയ ഇതാണ്. ഇനിയിപ്പോൾ ഇവിടെ അതേ കാലമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഈ സ്റ്റോക്കൊക്കെ ഇനിയിപ്പോൾ ക്ലിയറായി വരും. അപ്പോൾ നമ്മുടെ ലോഡ് ചെയ്ത വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. GSB ലോഡ് ചെയ്ത് സൈഡിലോട്ട് പോകുന്നതാണ് കേട്ടോ. നമ്മുടെ ലോഡ് ചെയ്ത വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫീസിൽ കയറി പേപ്പറൊക്കെ എടുത്ത് അത് ക്ലിയറാക്കിയതിന് ശേഷം ഇവിടുന്ന് പോകുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മുടെ ആശാനിത അടുത്ത വണ്ടി ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അതിതീവ്രമായ വെയിലാണ് കേട്ടോ. പക്ഷെങ്കിൽ നല്ല കാറ്റ് അടിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കാറ്റിന് നല്ല തണുപ്പുണ്ട്. നല്ല തണുത്ത കാറ്റും നല്ല കണ്ണ് തുറക്കാൻ പറ്റാത്തത്രയുള്ള വെയിലും. അതാണ് നമ്മുടെ ഇപ്പോൾ ഇവിടെയുള്ളൊരവസ്ഥ. അപ്പോൾ നമ്മുടെ ആശാൻ ഇത് നല്ല തകൃതിയായി ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇറ്റാച്ചി കുറേ മിക്സാക്കി അവിടെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ഇനിയിപ്പോൾ വെള്ളം വണ്ടി വന്നു കഴിഞ്ഞാൽ മാത്രമേ ഇറ്റാച്ചിയുടെ വർക്ക് നടക്കുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ പ്ലാന്റിൻ്റെ കുറച്ചടുത്തായിട്ട് ദൂരെയായിട്ട് ഫുള്ള് മയിൽക്കൂട്ടുണ്ട്. ഇവിടെ മൊത്തം മയിലാണ്. അപ്പം നമ്മളെ കണ്ടിട്ട് ഇനി സൈഡിലോട്ട് മാറുമെന്നറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോവാം. ഒരുപാട് മയിലുണ്ട് കേട്ടോ. ഇതാ ഈ മരത്തിൻ്റെ അടിയിലൊക്കെ മൊത്തം മയിലുകളാണ്. അപ്പോൾ നമ്മളെ കണ്ടിട്ട് ഇനിയിപ്പോൾ ഓടിപ്പോകുമോ എന്നൊന്നും അറിയില്ല. വലിയ പേടിയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. കാരണം ഞങ്ങളിപ്പോൾ അടുത്തെത്തി. ഇഷ്ടം പോലെ മയിലുണ്ട് കേട്ടോ. മയിലിൻ്റെ ഒരു കൂട്ടം തന്നെയാണ്. നമ്മളെ കണ്ടിട്ട് ഓടി മയില്. എല്ലാം പറന്നുപോയി കേട്ടോ. ഒരുപാട് മയിലുണ്ടായിരുന്നു. ഒക്കെ പറന്നങ്ങോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ ആശാൻ ലോഡൊക്കെ ആക്കിയതാ നമ്മുടെ ലോഡറിലോട്ട് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ബേക്കിലാണ് ഡീസലിൻ്റെ ടാങ്കെല്ലാം വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഡീസലിൻ്റെ ക്യാനിങ്ങനെ പൊക്കി വെച്ചിട്ട് ഇപ്പോൾ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 200 ലിറ്ററിൻ്റെ ഒരു ഈ കാണുന്ന നീലക്കേന് ഫുള്ളായിട്ട്
ഒരു സമയത്ത് ഇതിലേക്ക് ഫുള്ളായിട്ട് നിറയും കേട്ടോ. അപ്പോൾ ഏതാണ്ട് ഇപ്പോൾ 200 ലിറ്റർ ഡീസലാണ് ഇപ്പോൾ ഫില്ലായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്ലാന്റ് ഇതാ ഇപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അവസാന ലോഡാണ് കേട്ടോ. ഇന്നത്തെ അവസാന ലോഡാണ് ഇപ്പോൾ ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ കാസർഗോഡ് വിദ്യാനഗർ ആ ഭാഗത്തോട്ടായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വെള്ളം വണ്ടി ഇതാ ഇവിടെ നിന്ന് നനച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപാടി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഡീസലിൻ്റെ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ പ്ലാന്റിലേക്ക് പോലെ JCBയിലേക്കൊക്കെ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ.